ഓർമ്മകളിൽ ഒരു നന്യ സ്പർശമായി ഓണം എത്തുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് തുമ്പയും മുക്കൂറ്റിയും പൂവാങ്കുറുന്തിയും എല്ലാം നിറഞ്ഞ നാട്ടുപൂക്കളങ്ങളാണ്. ചിങ്ങവയിൽ പൊന്നിൻ തിളക്കത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാടവരമ്പുകളിലും വേലിച്ചെരുവുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഈ കുഞ്ഞു പൂക്കളായിരുന്നു ഒരു കാലത്ത് ഓണത്തിന് ചന്തം. ഇന്ന് ഓണം വിപണിയിലെ നിറപ്പകിട്ടുള്ള ചെണ്ടുമല്ലിയും ജമന്തിയിലും ഒതുങ്ങുമ്പോൾ നഷ്ടമാവുന്നത് കേവലം പൂക്കളങ്ങളുടെ നിറം മാത്രമല്ല, ഒരു നാടിന്റെ ജൈവ പാരമ്പര്യത്തിന്റെയും കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകൾ കൂടിയാണ്. ഒരു കാലത്ത് ചിങ്ങം പിറക്കുമ്പോൾ തന്നെ നാട്ടുവഴികളിലെ പച്ച പടർപ്പുകളിൽ പുൽനാമ്പിൻ തലപ്പിലും ഓരോ കുഞ്ഞു പൂവെങ്കിലും വിടർന്നു നിൽക്കുന്ന കാഴ്ച പതിവായിരുന്നു. പേരറിയാത്തതും അറിയുന്നതുമായ ഈ പൂക്കൾ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തെ കൂടുതൽ സുന്ദരമാക്കി. അത്തം മുതൽ 10 ദിവസവും മുറ്റത്തെ പൂക്കളങ്ങളെ അലങ്കരിച്ചിരുന്നത് പ്രകൃതിയുടെ ഈ പൂക്കുടയിൽ നിന്ന് കുട്ടികൾ പറിച്ചെടുക്കുന്ന ഈ പൂക്കളായിരുന്നു. സമൃദ്ധമായ ഈ ഓണക്കാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഈ നാട്ടുപൂക്കളെ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമല്ല. പുതിയ തലമുറയ്ക്ക് ഇവ വെറും പേരറിയ പൂക്കൾ മാത്രമാണെങ്കിലും നാട്ടുപുറത്തെ പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇവയോരോന്നിനും തനതായ ഒരു സ്ഥാനമുണ്ട്. ഇന്ന് എല്ലാ പൂക്കളങ്ങൾക്കും ഒരേ നിറമാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓണ വിപണിയിലെത്തുന്ന ചെണ്ടുമല്ലിയുടെയും ജമന്തിയുടെയും നിറങ്ങൾ. എന്നാൽ ഒരു കാലത്ത് നാട്ടുവേലികളിൽ നിന്നും പൊന്തപ്പടർപ്പുകളിൽ നിന്നും പറിച്ചെടുക്കുന്ന വ്യത്യസ്തങ്ങളായ പൂക്കൾ കൊണ്ട് ഭംഗിയുള്ള ഒരു പൂക്കൾ നിർമ്മിക്കുക എന്നത് ഒരു സർഗ വൈഭവം കൂടിയായിരുന്നു.